നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത തരത്തിലുള്ള അതീവ ഗുരുതരമായ ക്രിമിനൽ നാടകങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം വാഴോട്ടുകോണത്ത് കേരളം സാക്ഷ്യം വഹിച്ചത്. 2 മാസം മുൻപ് ഒരു അമ്പലത്തിലെ ഉത്സവത്തിനിടെ CPM പ്രവർത്തകരെ ക്രൂരമായി വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന വാഴോട്ടുകോണം വാർഡ് BJP കൗൺസിലർ R. സുഗതനെ ഒടുവിൽ പോലീസ് സാഹസികമായി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഈ അറസ്റ്റിനിടെ അരങ്ങേറിയത് സിനിമകളെ പോലും വെല്ലുന്ന നാടകീയ രംഗങ്ങളാണ്. ഒളിവിൽ കഴിഞ്ഞിരുന്ന സുഗതൻ രാത്രി രഹസ്യമായി വീട്ടിലെത്തിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വട്ടിയൂർക്കാവ് SHO വിപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടേക്ക് എത്തുന്നത്. എന്നാൽ പോലീസിനെ കണ്ടതോടെ സുഗതന്റെ അനുയായികളായ ഗുണ്ടാ സംഘം വീട് വളയുകയും നിയമം നടപ്പിലാക്കാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നു. പ്രതികളുമായി രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെ ജീവൻ നിലനിർത്താൻ വട്ടിയൂർക്കാവ് CI വിപിന് തന്റെ സർവീസ് റിവോൾവർ ഉപയോഗിച്ച് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നു. ഇതിനുശേഷമാണ് ഈ ക്രിമിനൽ കൗൺസിലറെ പോലീസ് കീഴ്പ്പെടുത്തുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ കൗൺസിലർ സുഗതനും ഇയാളുടെ ജ്യേഷ്ഠനും ചേർന്ന് വട്ടിയൂർക്കാവ് CI വിപിൻ, SI അഭിജിത്ത് എന്നിവരെ കഠിനമായി മർദ്ദിക്കുകയും തള്ളി നിലത്തിടുകയും ചെയ്തു. മർദ്ദനമേറ്റ ഈ 2 ഉദ്യോഗസ്ഥരും പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. പോലീസിനെ ആക്രമിച്ചതിന് സുഗതനെതിരെ ഇപ്പോൾ പുതിയൊരു ജാമ്യമില്ലാ വകുപ്പ് കൂടി കേസെടുത്തിട്ടുണ്ട്. ഇനി ആരാണ് ഈ സുഗതനെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. വെറുമൊരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ഇയാൾ. 10ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പോലീസ് റെക്കോർഡുകളിൽ കൃത്യമായി ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്രിമിനലാണ്. ഈ വധശ്രമ കേസിൽ സുഗതന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നേരത്തെ തള്ളുകയും ഈ മാസം 7-ാം തീയതിക്ക് മുൻപായി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോടതിയെയും നിയമത്തെയും പുച്ഛിച്ചു തള്ളി ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ഒടുവിൽ സുഗതന്റെ കടുത്ത ക്രിമിനൽ പശ്ചാത്തലം മുൻനിർത്തി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി ഇയാൾക്കെതിരെ കാപ്പ ചുമത്തി കരുതൽ തടങ്കലിന് ഉത്തരവിടുകയായിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജനപ്രതിനിധിയായ ഒരു കൗൺസിലർ കാപ്പ ചുമതപ്പെട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പോകുന്നത്. അറസ്റ്റിലായതോടെ പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പോലീസ് പിടിക്കുമ്പോൾ ഇറക്കാറുള്ള അതേ സ്ഥിരം അസുഖം അല്ലെങ്കിൽ വിക്ടിം കാർഡ് അടവുകളുമായി സുഗതനും കുടുംബവും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. തനിക്ക് ചിക്കൻ ബോക്സ് ബാധിച്ചിരിക്കുകയാണെന്നും 2 ദിവസം സമയം ചോദിച്ചിട്ടും പോലീസ് തന്നില്ലെന്നുമാണ് സുഗതൻ പറയുന്നത്. പോലീസുകാർ വീട്ടിൽ അതിക്രമിച്ചു കയറി തന്റെ ഭാര്യയെയും 8 വയസ്സുള്ള കുട്ടിയെയും വനിതാ പോലീസ് ഇല്ലാതെ വന്ന് മർദ്ദിച്ചു ാണ് ഭാര്യ അശ്വതി ആരോപിക്കുന്നത്. കുട്ടികളെ പേടിപ്പിക്കാൻ വെടിവെച്ചുവെന്നും ഇവർ പറയുന്നു. പോലീസ് പലതവണ വാർണിംഗ് നൽകിയിട്ടും ക്രിമിനൽ പ്രവർത്തനങ്ങൾ ആവർത്തിച്ച ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ പോലീസിനെ ആക്രമിച്ച് ഇപ്പോൾ തങ്ങൾ ഇരകളാണെന്ന് വരുത്തി തീർക്കാൻ നോക്കുന്ന ഈ ഒരു രാഷ്ട്രീയ നാടകം ജനങ്ങൾ പുച്ഛിച്ചു തള്ളും. 10ഓളം കേസുകളിൽ പ്രതിയായ ഒരു കാപ്പ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അയാൾ പോലീസിനെ തിരിഞ്ഞ് അടിക്കാൻ ചെന്നാൽ പോലീസ് നോക്കി നിൽക്കണമായിരുന്നു. ഇവിടെ നമ്മൾ വിചാരണ ചെയ്യേണ്ടത് BJPയുടെ രാഷ്ട്രീയ ധാർമ്മികതയാണ്. പോലീസിന്റെ റൌഡി ലിസ്റ്റിലുള്ള 10ഓളം കേസുകളിൽ പ്രതിയായ ഒരു ഗുണ്ടയ്ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡ് കൗൺസിലർ ടിക്കറ്റ് നൽകി മത്സരിപ്പിച്ച് ജയിച്ച BJP നേതൃത്വം ഇപ്പോൾ ഈ കാപ്പ കേസ് പ്രതിയെ എന്തു പറഞ്ഞാണ് ന്യായീകരിക്കാൻ പോകുന്നത്? അക്രമ രാഷ്ട്രീയത്തിന്റെയും ഗുണ്ടാ സംസ്കാരത്തിന്റെയും കാര്യത്തിൽ BJPയും CPMും തമ്മിൽ ഇപ്പോൾ യാതൊരുവിധ അന്തരവുമില്ല എന്ന് ഈ ഒരൊറ്റ സംഭവം കൊണ്ട് തെളിയിക്കുകയാണ്. കണ്ണൂരിലും തിരുവനന്തപുരത്തും ക്രിമിനലുകളെ പാർട്ടി ഓഫീസിലിട്ട് സംരക്ഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ശൈലി തന്നെയാണ് ഇപ്പോൾ BJPയും തലസ്ഥാനത്ത് പയറ്റുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട കൗൺസിലർ പദവിയിലിരുന്ന് ഗുണ്ടായിസം കാണിക്കുന്ന ഇത്തരം ക്രിമിനലുകളെ BJP തങ്ങളുടെ പാർട്ടിയിൽ നിന്നും അടിച്ചു പുറത്താക്കാൻ തയ്യാറാകണം. കലാലയങ്ങളായാലും നഗരസഭകളായാലും ക്രിമിനലുകൾക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുന്ന ഈ ഒരു രീതിയെ ജനങ്ങൾ വോട്ട് ചെയ്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും.